38ാം തവണയാണ്. ഇത്തവണയും ഒന്നും സംഭവിച്ചില്ല. സംഗതി മനസ്സിലായല്ലോ. ലാബലിൻ കേസ് ഇത് നമ്മളിതിനു മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ 38 40 ഒക്കെ തവണ മാറിപ്പോകും. എണ്ണം മാറുന്നുണ്ട്. പലരും പല മാധ്യമങ്ങളും പലതരത്തിലാണ് പറയുന്നത്. പറഞ്ഞോട്ടെ. കാരണം ചിലർ ഈ മെൻഷനിങ് കൂട്ടില്ല. അപ്പോൾ അവർ മെൻഷനിങ് എന്ന് വെച്ചാൽ കോടതിയിൽ എണീറ്റ് നിന്നിട്ട് ഇത്ര നമ്പർ കേസൊന്ന് കേൾക്കണം, ഒരുപാട് നാളായി കിടക്കുന്നു. ശരി, അന്നൊരു കാര്യം ചെയ്യും, ഫെബ്രുവരി 20 വയ്ക്ക്. ഇതാണ് മെൻഷനിങ്. അപ്പോൾ വേണമെങ്കിൽ ലാവ്ലിൻ കേസ് മാറ്റിവെച്ചു എന്ന് പറയാം. പക്ഷേ റെക്കോർഡിൽ അന്ന് ആ കേസ് ലിസ്റ്റ് ചെയ്തിട്ടില്ല, എന്നെങ്കിലും ലിസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഇയാളുടെ മെൻഷൻ. അപ്പോൾ ഇത് ചിലർ കൂട്ടും ചിലർ കൂട്ടില്ല, അതിൽ കഥയൊന്നുമില്ല. ഏതായാലും നമുക്ക് 38 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏഷ്യാനെറ്റ് കാണിക്കുന്നു, 38 കൂട്ടാം. ഇതിൽ അത്ഭുതമൊന്നുമില്ല. അന്ന് കേസുകൾ 38 380 തവണയൊക്കെ മാറ്റി വയ്ക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ഒന്നാമത് ഇതൊരു ഡിസ്ചാർജ് പെറ്റീഷനാണ്. ഈ ഡിസ്ചാർജ് പെറ്റീഷൻ എന്ന് വെച്ചാൽ ഒരു ക്രിമിനൽ കേസിൽ പ്രഥമ ദൃഷ്ടിയാ എനിക്കെതിരെ യാതൊരു തെളിവുമില്ല, എന്നെ വെറുതെ ഇതിനകത്ത് വലിച്ചിട്ടിരിക്കുകയാണ്, ഇന്ന കാരണങ്ങളുടെ ഇതിൻ്റെ ഒന്നും അടുത്ത അയൽവക്കത്തൂടെ ഞാൻ പോയിട്ടില്ല, അതുകൊണ്ട് എന്നെ ഈ പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കണം. ഇതാണ് ഡിസ്ചാർജ് പെറ്റീഷൻ. ഇപ്പോൾ മജിസ്ട്രേറ്റ് നോക്കിയിട്ട് ശരിയാണല്ലോ, ഇയാൾക്ക് പ്രത്യേകിച്ച് ഒരു റോളും കാണുന്നില്ല, ഡിസ്ചാർജ്. അങ്ങനെ കീഴ്ക്കോടതി പിണറായി വിജയനെ ഡിസ്ചാർജ് ചെയ്തു. പിണറായി വിജയൻ മാത്രമല്ല, കൂടെ വേറെ പ്രതികളുണ്ട് 5-6 പേര്. അതിൽ 3-4 പേരെ ഡിസ്ചാർജ് ചെയ്തു, 3-4 പേരെ ഡിസ്ചാർജ് ചെയ്തില്ല. ഇത് ഹൈക്കോടതിയിൽ വന്നു. ഹൈക്കോടതി 3-4 പേരെ ഡിസ്ചാർജ് ചെയ്തു, 3-4 പേരെ ഡിസ്ചാർജ് ചെയ്തില്ല. ഈ ഡിസ്ചാർജ് ചെയ്ത ആൾക്കാരുടെ കൂട്ടത്തിൽ പിണറായി വിജയനുമുണ്ട്. അപ്പോൾ CBI ആണ് കേസ്. അതെ, ഇവർക്ക് ഡിസ്ചാർജ് കൊടുക്കരുതായിരുന്നു എന്ന് പറഞ്ഞിട്ട് CBI സുപ്രീം കോടതിയിൽ പോയി. ഞങ്ങളെയും കൂടെ ഡിസ്ചാർജ് ചെയ്യണമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഡിസ്ചാർജ് കിട്ടാത്തവരും സുപ്രീം കോടതിയിൽ പോയി. ഇതാണ് കേസ്. സുപ്രീം കോടതി നോക്കുമ്പോൾ കൺകറൻറ്റ് ജഡ്ജ്മെൻ്റ് എന്ന് പറയും ഇത്തരം കാര്യങ്ങൾ. കീഴ്ക്കോടതിയും ഹൈക്കോടതിയും ഒരേ അഭിപ്രായം രേഖപ്പെടുത്തിയ കേസുകൾ. കൺകറൻറ്റ് ജഡ്ജ്മെൻറ്റ് സുപ്രീം കോടതിയിൽ വരുമ്പോൾ സുപ്രീം കോടതി നോക്കും, പണിഷ് ചെയ്തതാണോ അതോ അക്വിറ്റ് ചെയ്തതാണോ. പണിഷ് ചെയ്താണെങ്കിൽ സുപ്രീം കോടതി വേറൊരു പ്രിയോറിറ്റിയാണ്. ഇപ്പോൾ കീഴ്ക്കോടതിയും ഹൈക്കോടതിയും തൂക്കിക്കൊല്ലാൻ വിധിച്ച ഒരാളിനെ സുപ്രീം കോടതി പറയും നിൽക്ക് നോക്കട്ടെ. അതേസമയം കീഴ്ക്കോടതിയും ഹൈക്കോടതിയും വെറുതെ വിട്ടൊരാളിനെ ഇയാളെ ശിക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രോസിക്യൂഷൻ ചെന്ന് കഴിയുമ്പോൾ ശരി നോക്കാം എന്ന് പറഞ്ഞാൽ അത് ഒരു വശത്തേക്ക് മാറ്റി വയ്ക്കും. കാരണം 2 പേര് നോക്കിയിട്ട് ശിക്ഷിക്കാൻ വകുപ്പൊന്നുമില്ല. സുപ്രീം കോടതിക്ക് എന്താ ഇത്ര വലിയ താല്പര്യം, അതിനകത്ത് ചകഞ്ഞിട്ടില്ല ഇയാളെ ശിക്ഷിച്ചേ പറ്റുള്ളൂ. അത് അപൂർവമായൊരു സാധനമാണ്, അതുകൊണ്ട് അത് വേറെ മാറ്റി. ഇതുപോലെ അപൂർവമായൊരു കേസാണ് ലാവ്ലിൻ കേസ്. കൺകറൻറ്റ് ജഡ്ജ്മെൻറ്റ് വന്നു, 2 ജഡ്ജിമാർ കുറ്റക്കാരല്ല എന്ന് കണ്ടു. പിന്നെ ഇപ്പം ഞങ്ങൾ കുറ്റക്കാരാണെന്ന് കാണണം അല്ലേ, അതല്ലേ നിങ്ങളുടെ ആവശ്യം? അതെ, നോക്കാം. ഇതാണ് കൺകറൻറ്റ് ജഡ്ജ്മെൻറ്റ് വന്നത്. ഇതൊരു പൊളിറ്റിക്കൽ പ്രാധാന്യമുള്ള കേസല്ലേ? CBIക്ക് പല കേസുകളിലും CBI വലിയ ശുഷ്കാന്തി കാണിച്ചിട്ടുണ്ടല്ലോ. അല്ല, CBI ശുഷ്കാന്തി കാണിക്കാത്തതും CBIക്കും ഈ പ്രശ്നം അറിയാം, കൺകറൻറ്റ് ജഡ്ജ്മെൻറ്റ് ഉണ്ട് എന്നറിയാം. അതുകൊണ്ട് CBI അവിടെ സുപ്രീം കോടതി കിടന്നൊരു ഷോ കാണിച്ചാലൊന്നും സുപ്രീം കോടതി ഇളകാൻ പോകുന്നില്ല. ഈ 2 ജഡ്ജ്മെൻറ്റിൻ്റെ ബലം സുപ്രീം കോടതി ഭാഗത്തുണ്ട്. സോ വാട്ട് ഈസ് യുവർ സ്പെഷ്യാലിറ്റി ഇൻ ദിസ് കേസ്? CBIക്ക് പറയാൻ പറ്റും ഇത് പൊളിറ്റിക്കലി ഇമ്പോർട്ടൻറ്റ് കേസാണ്. ഇപ്പോൾ കോടതിക്ക് പുറത്താണല്ലോ ഈ പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ് കിടക്കുന്നത്. കോടതിക്കുള്ളിൽ പോയിട്ട് ഇത് മുഖ്യമന്ത്രിയെ തൂക്കിക്കൊല്ലാനുള്ള കേസാണ്, ഇതിന് പ്രിയോറിറ്റി കൊടുക്കണമെന്ന് പറയാൻ പറ്റുമോ? കോടതിക്കുള്ളിൽ എല്ലാ കേസുകളും തുല്യമാണ്. സോ CBIക്ക് ഒരു പൊളിറ്റിക്കൽ ആംഗിൾ അവിടെ പറയാൻ പറ്റില്ല, ലീഗൽ ആംഗിളേ പറയാൻ പറ്റുള്ളൂ. ലീഗൽ ആംഗിളിൽ പറയുമ്പോൾ കോടതി ശരി ഓക്കെ ഫൈൻ, ദർ ഈസ് എ കൺകറൻറ്റ് ജഡ്ജ്മെൻറ്റ് ഇൻ ഫേവർ ഓഫ് ദിസ്. അല്ല, TG പറഞ്ഞു വരുന്നത് ഈ കേസ് ഇത്രയും തവണ ലാഗ് ചെയ്ത് പോയതിൽ അസ്വാഭാവികമായി ഒന്നുമില്ല എന്ന് ഞങ്ങളൊക്കെ വിശ്വസിക്കണം. കാരണം ഇതുപോലെ എത്രയോ കേസുകൾ, നിങ്ങൾ ഈ ലാവ്ലിൻ കേസൊക്കെ ഇട്ട് ഇങ്ങനെ TV-യിൽ മുഴുപ്പിക്കുന്നതുകൊണ്ടാണ് എത്രയോ കേസുകൾ ഇങ്ങനെ മാറിപ്പോകുന്നു. എത്ര കേസുകളാണ് സുപ്രീം കോടതി പെർ ഡേ മാറ്റുന്നത്, ഹൈക്കോടതി ഇത് തമ്മിലൊരു കണക്ഷൻ സതീശൻ എപ്പോഴും പറയുന്നുണ്ടല്ലോ. അല്ല, സതീശൻ പറഞ്ഞോട്ടെ, ഈ കണക്ഷൻ ആരും എസ്റ്റാബ്ലിഷ് ചെയ്തില്ല. എസ്റ്റാബ്ലിഷ് ചെയ്താൽ ഞാനും അത് സമ്മതിക്കാൻ തയ്യാറാണ്. ഞാൻ വെറുതെ ബ്ലൈൻഡായിട്ട് BJPയെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല എന്നറിയാമല്ലോ.
ദർ ഈസ് നോ വേ ടു എസ്റ്റാബ്ലിഷ് എനി കണക്ഷൻ. ഇപ്പോൾ ലാവ്ലിൻ കേസ് മാറ്റി വയ്ക്കുന്നതിലൂടെ മോദി പിണറായി വിജയനെ ഫേവർ ചെയ്യുന്നു. ലാവ്ലിൻ കേസ് ഇപ്പോൾ 38 തവണ മാറ്റി വെച്ചല്ലോ. 38 എത്രയാ, 76 അല്ലേ? 76 ജഡ്ജിമാർ ഇത് കണ്ടിരിക്കണം. പല ജഡ്ജിമാരും രണ്ടാമത് കാണും. അതുകൊണ്ടൊരു 10-26 ജഡ്ജിമാരെ നമുക്ക് മാറ്റാം. ബാക്കി 50 പേര്, 50 ജഡ്ജിമാർ നരേന്ദ്രമോദിയും പിണറായി വിജയനും കൂടെ സ്വാധീനിച്ചെന്നാണ് പറയുന്നത്. ഇപ്പം ശിക്ഷിക്കാൻ പോകുന്നു, റെഡിയായിരിക്കുന്നു. ജഡ്ജിമാരല്ല, CBI മാറ്റി വയ്ക്കാൻ പറഞ്ഞു. CBIയുടെ വക്കീല് അറ്റോർണി ജനറൽ പലപ്പോഴും കോടതി പോലും വരാറില്ല. കോടതിയിൽ വരാറില്ല. പക്ഷേ അതിന് കാരണം അദ്ദേഹം പറയാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തവണ അത് കേന്ദ്ര സർക്കാരിൻ്റെ വക്കീൽ പറഞ്ഞു, ഞങ്ങളുടെ സീനിയർ വക്കീൽ NV രാജുവോ മറ്റോ CBIക്ക് വേണ്ടി ഇത് വാദിക്കുന്നത്. അദ്ദേഹം അപ്പുറത്ത് സത്യേന്ദ്ര ജെയിൻ്റെ മന്ത്രിയെല്ലാം അവരുടെ നേതാവ് സത്യേന്ദ്ര ജെയിൻ്റെ ബെയിലിൻ്റെ വാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് വരാൻ പറ്റുള്ളൂ. ഇതൊന്നും ഉച്ച കഴിഞ്ഞ് വെച്ച് തരണം. കോടതി പറഞ്ഞ് എന്തിനും ഉച്ച കഴിഞ്ഞ് കുറേ ദിവസം മാറ്റി വയ്ക്കും. ഇങ്ങനെയാണ് കഴിഞ്ഞ തവണ മാറിയത്. ഇതെന്ത് ചെയ്യും? ഈ കേസ് പഠിച്ച് വാദിക്കുന്ന വലിയ സംവിധാനമാണ്. ഈ ഡിസ്ചാർജ് ചെയ്യപ്പെടാത്ത 3-4 പേരുണ്ട് കോടതി കുറ്റക്കാരാണെന്ന് കണ്ട, അവരുടെ ഒരു നീതി നിഷേധിക്കുമല്ലേ? എന്ത് നീതി നിഷേധിക്കുന്നു? ആർക്കും ഒരു അസൗകര്യം ഇല്ലല്ലോ. ഇവരാരും അറസ്റ്റ് ചെയ്തിട്ടില്ല, ഇവരാരും ജയിലിലല്ല, ഒന്നുമല്ല. ഒരു കേസ് നിങ്ങളുടെ ആരോപിതനായിട്ട് നിൽക്കല്ലേ, ടൈൻറ്റഡ് ആയിട്ട് നിൽക്കല്ലേ, ടൈൻറ്റഡ് എന്നൊക്കെ എന്ന് പറഞ്ഞ് അങ്ങനെ പറയാമെന്നുള്ളതല്ലാതെ ഇതിൽ നിങ്ങളെ ഇത് പ്രൈവറ്റായിട്ട് ശല്യപ്പെടുത്തുന്നൊന്നുമില്ല. ഇപ്പോൾ കുറ്റാരോപിതനായ ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ നിരന്തരം അയാൾക്ക് നേരെ വിരൽ ചൂണ്ടപ്പെടും. അതല്ലാതെ നമുക്കെതിരെ ഒരു കേസ് ഏതെങ്കിലും കോടതിയിലുണ്ടെന്ന് എന്താ പ്രശ്നം? നമ്മൾ അറസ്റ്റിലുമല്ല, ജയിലിലുമല്ല, ഒന്നുമല്ല. കുറ്റാരോപിതൻ എന്നൊക്കെ പറഞ്ഞ് നമുക്കങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഒരു ചീള് കേസാണോ ലാവ്ലിൻ കേസ്? ചീള് കേസ് എന്ന് ഞാൻ പറയില്ല. പക്ഷേ ഈ പ്രിയോറിറ്റി നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറവാണ്. അതിന് കാരണം ഈ കൺകറന്റ് ജഡ്ജ്മെൻറ്റുമാണ്. അതല്ലെങ്കിൽ മോദി പിണറായി വിജയന് ചെയ്തു കൊടുത്ത ഒരു എപ്പോഴും സഹായം ഇങ്ങനെ ഫ്രീ ആയിട്ട് ചെയ്യാനിരിക്കുകയാണോ? അതെ, ഈ പിണറായി തിരിച്ചെന്ത് സഹായമാണ് മോദിക്ക് ചെയ്തിരിക്കുന്നത്? ശരിയാണ്, ഉത്തരം അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നില്ല. ഇന്നൊരു മാറ്റമുണ്ട്. CBI പറഞ്ഞിട്ടുണ്ട്, കോടതി തീരുമാനിക്കുന്ന ഏത് സമയത്തും ഞങ്ങൾ വാദിക്കാൻ തയ്യാറാണെന്ന്. അങ്ങനെ പറഞ്ഞെങ്കിലും ഇതേ അവസ്ഥയിൽ വീണ്ടും ചിലപ്പോൾ CBI ചെന്ന് ചാടും. കാരണം വാദിക്കാൻ, കേസ് പഠിച്ച് വാദിക്കാൻ റെഡി ആയിട്ടിരിക്കുന്നു. അതേ ദിവസം തന്നെ വേറൊരു ബെഞ്ചിൽ വളരെ പ്രധാനപ്പെട്ട കേസ് വരുന്നു, മനീഷ് സിസോദിയയുടെ കേസ് വരുന്നു. അതും വാദിക്കേണ്ടത് ഈ വക്കീലാണ്. കാരണം ഈ വക്കീലന്മാർക്ക് കേസ് അലോട്ട് ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. സീനിയർ വക്കീലാണെങ്കിൽ പോലും അദ്ദേഹത്തിന് കുറേ ബഞ്ച് ഓഫ് കേസസ് അലോട്ട് ചെയ്യുകയാണ്. അതിൽ സിസോദിയയുടെ കേസും ഉണ്ട്, ലാവ്ലിൻ കേസും ഉണ്ട്. അവിടെ പോകും. സിസോദിയയുടെ കേസിൽ പോകും. ലാവ്ലിൻ കേസിൽ അന്നും ഈ ജൂനിയർ എണീറ്റ് സബ്മിറ്റ്. അപ്പോൾ ഇനിയും മാറാം. നിങ്ങളല്ലേ പറഞ്ഞു എപ്പോൾ വേണമെങ്കിലും വാദിക്കാം. ശരിയാണ്, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ അവിടെ കേസ് ലിസ്റ്റ് ചെയ്തു ആ കോടതിയിൽ. കോടതിക്കൊന്നും പറയാൻ പറ്റില്ല, കോടതിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. ഞാൻ ഇടയ്ക്കെങ്കിലും ഹൈക്കോടതിയിൽ, കാര്യം എനിക്ക് കേസും എന്തൊന്നും ഇല്ലെങ്കിലും ഇടയ്ക്ക് ഹൈക്കോടതിയിൽ വെറുതെ പോയിരിക്കാറുണ്ട്. എത്ര കേസുകളാണ് മാറ്റി വയ്ക്കുന്നത്? ഞാനൊരു ലീഗൽ സംശയം ചോദിക്കട്ടെ. ഇപ്പോൾ പിണറായിയെ ഡിസ്ചാർജ് ചെയ്ത കേസാണല്ലോ സുപ്രീം കോടതിയിൽ ഇങ്ങനെ കാലങ്ങളായി കിടക്കുന്നത്. അത് കോടതി അഡ്മിറ്റ് ചെയ്തിട്ട് അതിന് കീഴ്ക്കോടതി, കേരള ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്താൽ എന്തായിരിക്കും സ്റ്റാറ്റസ്? സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ പിണറായി വിജയൻ കുറ്റക്കാരനാണ്. പ്രതിയാണ്, കുറ്റാരോപിതനാണ്, പ്രതിയാകും. വിചാരണ നേരിടണം എന്നുള്ള സ്ഥിതി വരും. പക്ഷേ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും പോകാൻ പറ്റില്ല. സ്റ്റേ ആണ്. ആ സ്റ്റേയിൽ കിടക്കും കുറക്കാലം. അല്ല, ഞാൻ പറയും പൊളിറ്റിക്കലി പിണറായിയെ എങ്ങനെ ബാധിക്കും? പൊളിറ്റിക്കലി പിണറായിയെ നിങ്ങൾക്ക് കുറ്റപ്പെടുത്താം. ലാവ്ലിൻ കേസ് തലയ്ക്ക് മുകളിൽ ഉണ്ട് എന്ന് പറയാം. അല്ല, പ്രതിയായിരിക്കുന്ന ഒരാൾ മുഖ്യമന്ത്രിയായിരിക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറയാമല്ലോ വേണമെങ്കിൽ. അങ്ങനെ രാഷ്ട്രീയ ആരോപണം തന്നെ രാജി ആവശ്യപ്പെടാം, രാജിയൊക്കെ ആവശ്യപ്പെടാം. ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു കേസുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ രാജിവെക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ല, പക്ഷേ രാജി ആവശ്യപ്പെടും. പിണറായിയും CPM ഒക്കെ പറയുന്നത് ലാവ്ലിൻ കേസ് എന്നേക്കുമായി കഴിഞ്ഞ കേസാണ്, എനിക്കെതിരെ കേസൊന്നുമില്ല എന്നാണ് പറയുന്നത്. അത് ശരിയാണോ? സാങ്കേതികമായിട്ട് ശരിയാണ്. കേസിൽ ഇപ്പോൾ പിണറായി പ്രതിയല്ലല്ലോ. നിങ്ങൾ അപ്പീൽ ഫയൽ ചെയ്തിട്ടുണ്ടല്ലോ. എന്നേക്കുമായി കഴിഞ്ഞു എന്ന് പറയുന്നതിൽ കാര്യമില്ല. അതിൽ കാര്യമില്ല, അത് കഴിഞ്ഞിട്ടില്ല. അത് സുപ്രീം കോടതി തീർപ്പിന് വിധേയമാണ്. അപ്പോൾ ഇപ്പോഴും പിണറായിയുടെ തലയ്ക്ക് മീതെ ഒരു വാളുണ്ട്. ഉണ്ട്. അത് പക്ഷേ പൊളിറ്റിക്കൽ വാളാണ്, ലീഗൽ വാളല്ല. ലീഗലി ഇപ്പോൾ പിണറായി വിചാരണ നേരിടണം എന്ന് സുപ്രീം കോടതി പറഞ്ഞു എന്ന് വെച്ചോ. അപ്പോഴും വരുന്നത് എന്താ, ഈ കേസെല്ലാം കൂടെ കീഴ്ക്കോടതിയിൽ വരും.
എന്നിട്ട് വിചാരണയ്ക്ക് ഒരു ഡേറ്റ് തീരുമാനിക്കും. അല്ല, ഈ പൊളിറ്റിക്കൽ വാളിന് മൂർച്ചയും വേഗവും കൂട്ടാൻ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക് ഒരു താല്പര്യം ഉണ്ടാവണ്ടേ കേരളത്തിൽ? ആ താല്പര്യം ഉണ്ടായാൽ മാത്രം പോരാ. സുപ്രീം കോടതിയുടെ ഡൈനമിക്സിൽ ഇത് ചെലുത്താൻ പറ്റുന്നില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, സുപ്രീം കോടതിയിൽ പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞൊരു സാധനമില്ല. അല്ല, CBIക്ക് വളരെ പെട്ടെന്ന് പരിഗണിക്കണം, കാലങ്ങളായ കേസാണ്, ഇത്ര വർഷമായി എന്നൊക്കെ പറയാമല്ലോ വേണമെങ്കിൽ. ഇതൊക്കെ പറയുന്നുണ്ട് ഇടയ്ക്ക്, പക്ഷെ നമ്മൾ അറിയുന്നില്ല. ഇല്ല, അത് റിപ്പോർട്ട് കേസ് മാറ്റിവെച്ച് കഴിഞ്ഞാൽ പിന്നെ മാറ്റിവെച്ചു എന്നുള്ളതാണ് വരുന്നത്. ഇപ്പോൾ ഈ സഞ്ജയ് സിംഗിൻ്റെ കേസിൽ ജാമ്യത്തിന് വാദിക്കാനായിട്ടാണ് കഴിഞ്ഞ തവണ CBIക്ക് അസൗകര്യം ഉണ്ടായത് എന്നുള്ള വിവരം ഏതെങ്കിലും പത്രം റിപ്പോർട്ട് ചെയ്തോ? ഇല്ല. ഞാനല്ലേ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത്, ഞാനത് ഫോളോ ചെയ്യുന്നുണ്ട്. ഐ ന്യൂ ദാറ്റ്. പക്ഷെ കഴിഞ്ഞ തവണ മാറ്റിവെച്ച് CBI റിക്വസ്റ്റ് വെച്ചിട്ടില്ല. ഇവരിങ്ങനെ വാർത്ത കൊടുത്ത് നമ്മുടെ ഒരു നിയമ സംവിധാനത്തെ കുറിച്ച് ആളുകൾക്കുള്ള ഒരു വിശ്വാസ്യതയ്ക്ക് ഇടിവ് തട്ടുന്നില്ലേ? ഉണ്ട്. അപ്പോൾ അതെങ്കിലും കോടതിയെ ബോധിപ്പിക്കണ്ടേ? കോടതി ജനങ്ങൾക്ക് വിശ്വാസ്യത നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്ന വലിയൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. കോടതിക്ക് അത് ബോധ്യം വരണമെങ്കിൽ ഒരുപാട് താമസിക്കും. ഈ നമ്മുടെ വിചാരമില്ല, നമ്മൾ മലയാളം ടി വിയിൽ എന്തെങ്കിലും ഒരു ഫ്ലാഷ് കൊടുത്തു കഴിഞ്ഞാൽ സുപ്രീം കോടതി ജഡ്ജി അങ്ങ് പേടിച്ചു പോകുന്നു. അങ്ങനെയൊന്നും അവരിത് അറിയുന്ന പോലുമില്ല. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഈ വക്കീൽ മാധ്യമങ്ങൾ തമ്മിൽ അടി നടന്നല്ലോ, പച്ചയ്ക്ക്. അതിനെ തുടർന്ന് അവിടെ ഒരു പ്രസ് റൂം ഉണ്ടായിരുന്നു, മീഡിയ റൂം. ആ മീഡിയ റൂം രജിസ്ട്രാർ അങ്ങ് പൂട്ടി സീൽ ചെയ്തു. ഇവർ സുപ്രീം കോടതിയിൽ അന്ന് ഉണ്ടായിരുന്ന കുര്യൻ ജോസഫ് സാറിനെ ചെന്ന് കണ്ടു, ജസ്റ്റിസ് കുര്യൻ ജോസഫിനെ. അപ്പോൾ പുള്ളി എന്തോ ആശ്വാസമൊക്കെ പറഞ്ഞു, നോക്കാം നമുക്ക് എന്നൊക്കെ പറഞ്ഞു. ഉടനെ കുര്യൻ ജോസഫ് ഇടപെടുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത കൊടുത്തു. പുള്ളിയൊന്നും മിണ്ടിയൊന്നുമില്ല, സിറ്റിംഗ് ജഡ്ജാണ്, മിണ്ടാൻ പോയില്ല. അടുത്ത ദിവസം ഇവർ വീണ്ടും ചെന്ന് കണ്ടപ്പോഴും പുള്ളി മാന്യനായതുകൊണ്ട് ഇരിക്കുന്നൊക്കെ പറഞ്ഞു. ശരി, നമുക്ക് നോക്കാം, അത് ശരി, നോക്കട്ടെ. ഇതല്ലാതെ ഒരു സിറ്റിംഗ് ജഡ്ജിക്ക് ഒരു അക്ഷരം പറയാൻ പറ്റില്ല. ഇവരടുത്ത വാർത്ത കൊടുത്തു, കുര്യൻ ജോസഫ് ഈ മീഡിയ റൂം നോക്കാനായിട്ട് വരുന്നു. മീഡിയ റൂം എല്ലാ സൗകര്യങ്ങളും ഉണ്ടോ അത് അവർക്ക് തുറന്നു കൊടുക്കണം എന്നൊക്കെ പറയാനായിട്ട് ഇദ്ദേഹത്തോട് വരാൻ ചീഫ് ജസ്റ്റിസ് ആവശ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് വാർത്ത. ഇത്രയായപ്പോൾ വക്കീലന്മാർ ചൂടായി. അവർക്കും ഉണ്ടല്ലോ, കുര്യൻ ജോസഫിനെ അവർക്കും അറിയാം, ഇവിടുന്ന് ഡൽഹിക്ക് പോയതാണല്ലോ. അപ്പോൾ ഡൽഹിയിലുള്ള വക്കീലന്മാർ പോയി ചോദിച്ചു, എന്താ സാറേ ഇതിങ്ങനെ വാർത്ത വരുന്നു? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവർ വാർത്ത കൊടുക്കുന്നു, എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഈ വാർത്ത തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സിറ്റിംഗ് ജഡ്ജിയാണ്, അതിലിടപെട്ടു എന്നാവും. ഇത് ശരിയാണെന്ന് ശരിയല്ല. നിങ്ങളെന്താ വിചാരിച്ചാൽ ഹൈക്കോടതിയിലെ ഒരു വൃത്തിയാണോ നോക്കാനായിട്ട് എന്നെ ഏൽപ്പിക്കുന്നു ചീഫ് ജസ്റ്റിസ്? ഞാനെന്താ പ്ലംബറാണോ അതോ ഇലക്ട്രീഷ്യനോ? ബട്ട് ദെൻ they are doing it in the media. What can I do about that? I will not react to that. അല്ല, ഞങ്ങളിതൊന്നും അറിയാൻ വന്നതാണ്. അപ്പോൾ ഇവർ സോഷ്യൽ മീഡിയയിൽ മെയിൻ സ്ട്രീം മീഡിയക്കാരുടെ കയ്യിലിരിക്കുന്നു, വക്കീലന്മാരുടെ കയ്യിൽ സോഷ്യൽ മീഡിയയാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇവർ ഈ പൊട്ടന്മാരിങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. കുര്യൻ ജോസഫ് ഒന്നും വരാൻ ഇന്ന് വരെ കുര്യൻ ജോസഫ് സാറ് റിട്ടയറായതിനു ശേഷമെങ്കിലും ഈ മീഡിയ റൂമിൻ്റെ വാതിൽക്കൽ കൂടെ അദ്ദേഹം നടന്നു പോകണമല്ലോ, പോയിട്ടില്ല. ലീസ് ബോതർ അബൌട്ട് ദിസ് ഇഷ്യൂസ്. അപ്പോൾ ഈ ടി വിയിൽ നമ്മളിങ്ങനെ ചെയ്ത് വിശ്വാസ്യത പോകാതെ നോക്കാൻ ജഡ്ജിമാർക്ക് അറിയാം, മനസ്സിലായി? അവർക്ക് ഈ സമൂഹം എങ്ങനെയാണ് ചലിക്കുന്നത്, മാധ്യമങ്ങൾ എങ്ങനെയാണ് കളിക്കുന്നതെന്ന് സാമാന്യം നല്ല ബോധ്യം ജഡ്ജിമാർക്കുമുണ്ട്. അതുകൊണ്ട് അവരും പലപ്പോഴും മാധ്യമങ്ങളെ ഇട്ട് കുരങ്ങ് കളിപ്പിക്കാറുണ്ട്. കാരണം സിറ്റിംഗ് ജഡ്ജിയോട് ഇതുപോലത്തെ നോൺസെൻസ് പോയി പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരി, ലെറ്റ് മീ സി. ഏതായാലും ഞാൻ ഈ പുസ്തകം അടയ്ക്കുകയാണ്. എനിക്ക് ലാവ്ലിൻ കേസിൽ പ്രതീക്ഷയില്ല. ലാവ്ലിൻ കേസിൽ അല്ലെങ്കിൽ തന്നെ സുനിലിന് എന്താ താല്പര്യം? പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ലല്ലോ. വാദിയുമല്ല പ്രതിയുമല്ല, നമ്മുടെ പൊതുജനങ്ങളുടെയൊക്കെ അവസ്ഥ അതാണ്. ഞാൻ എൻ്റെ അനുഭവം വെച്ച് സുനിലിനോട് പറയുകയാണ്, ഒരു കേസിന് ഒരു വിധിയുണ്ട്, തലവിധി. കേസിൻ്റെ വിധിയല്ല, ഡെസ്റ്റിനി എന്ന് പറയുന്നത് തലവിധി. അത് ആ കേസിന് സംഭവിക്കും. ലാവലിനും അത് തന്നെ അതിനുവേണ്ടി കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.